വാസവൻ കൂടി പങ്കെടുത്ത അഷ്ടമി രോഹിണി വള്ളസദ്യയിലെ ആചാര ലംഘനം തുറന്നു കാട്ടുകയാണ് തന്ത്രി. ആ ആചാര ലംഘനം ചൂണ്ടിക്കാണിച്ച് തന്ത്രിയെ സമീപിച്ചത് ദേവസ്വം ബോർഡ്. ആചാര ലംഘനം എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം കൂടിയാണ് ഇവിടെ പാളുന്നത്. തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്താമെന്ന പള്ളിയോട സേവാ സംഘം ഇന്ന് നിലപാട് മാറ്റിയിട്ടുണ്ട്. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ നടത്തിപ്പിലെ ആചാര ലംഘനങ്ങൾ അക്കമിട്ട് നിർത്തുന്നുണ്ട് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട്. ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരണം. അകത്തെ പൂജകൾ 12 മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് 10:30 ശേഷം ഏതാണ്ട് 11-നുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയുണ്ടായെന്നും അകത്ത് നിന്ന് ആരും ദീപം കത്തിച്ചു കൊടുത്തിട്ടില്ല. ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായശ്ചിത്ത വിഷയമാണ് എന്ന് ആർക്കും മനസ്സിലാവും. ആചാര ലംഘനം എന്നത് വ്യാജ വാർത്തയാണ് എന്ന CPM ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണത്തിലുള്ള തിരിച്ചടി കൂടിയാണിത്. വിഷയം സംഘപരിവാർ മാധ്യമങ്ങളുടെ പ്രചാരണമാണ് എന്നാണ് നേതൃത്വം ഇന്നലെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ഇതിനിടെ ആചാര ലംഘന വിഷയത്തിൽ പള്ളിയോട സേവാ സംഘം നിലപാട് തിരുത്തി. വിഷയം വിവാദമാക്കിയതിന് പിന്നിൽ ക്ഷേത്ര ഉപദേശക സമിതി, ദേവസ്വം ബോർഡ് ഗൂഢാലോചന കൂടി സംശയിക്കുന്നുണ്ട് പള്ളിയോട സേവാ സംഘം. അതേസമയം കുറ്റം മുഴുവൻ പള്ളിയോട സേവാ സംഘത്തിന് മേൽ ചാർത്തുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പള്ളിയോട സേവാ സംഘം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിനിസ്റ്റർ അവിടെ പോകുന്നത്. അവർ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ തന്നെയാണ് ആനയിച്ചു കൊണ്ടുപോയതും വിളക്ക് കത്തിച്ചതും. അവരുടെ ഡയറക്ഷനിലാണ് ഇതെല്ലാം നടന്നത്. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, എല്ലാ ക്ഷേത്രത്തിലെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി ചെയ്യണമെന്നില്ലല്ലോ. കാര്യങ്ങൾ ബോർഡിന് ബോധ്യപ്പെട്ട് പരിഹാരമാർഗം കൂടി തേടിയ സാഹചര്യത്തിൽ തന്ത്രി നിശ്ചയിച്ച വിധിപ്രകാരമുള്ള നടപടികൾ തന്നെ തുടർന്ന് പ്രതീക്ഷിക്കാം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.